എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നവംബർ 15-ാം തീയതിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ് എന്നുള്ള കാറ്റഗറിക്കുള്ള എക്സാം നടക്കുന്നത്, OMR എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൽ പലർക്കും ഡൗട്ടുണ്ട്, ഈ ഒരു എക്സാമിന് ശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാവുമോ, ഇൻ്റർവ്യൂ ഉണ്ടാവുമോ, അതുപോലെ തന്നെ ഈ ഒരു OMR എക്സാമിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, പെയ്ഡ് കോഴ്സാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2017 വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. കാറ്റഗറി നമ്പർ 550/2017. അതിൻ്റെ OMR ടെസ്റ്റ് നടന്ന തീയതി 13/8/2018 ഇതിൽ കട്ട് ഓഫ് വരുന്നത് 69 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, ഇതിൽ ഒറ്റ ഒരു ഒഴിവാണ് നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെതും പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് അതിൽ നിന്നും സിലബസ് വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പഠിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സിലബസാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഇല്ല, ഇൻ്റർവ്യൂ ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ OMR ടെസ്റ്റിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 69 മാർക്കാണ്. പിന്നെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് 13 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ OMR എക്സാമിന് എത്രത്തോളം മാർക്ക് വാങ്ങുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ്. ഓക്കെ, കട്ട് ഓഫ് 69 മാർക്കാണ്. ഇതിൽ കണ്ടില്ലേ, പോയിൻ്റ് വ്യത്യാസത്തിലാണ് റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.